ഇതാണ് കേട്ടോ നമ്മുടെ കർക്കിടക സ്പെഷ്യലായിട്ടുള്ള ഉഴുന്ന് ചമ്മന്തി. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ് കേട്ടോ. പിന്നെ കൂടെ നമ്മുടെ കുടപ്പൻ തോരനും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് കുടപ്പൻ തോരൻ വെക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു കുടപ്പൻ നന്നായി ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് പോർഷൻ കാണുന്നോടം വരെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൊത്തി അരിയണ സമയത്ത് അവിടെ ഭയങ്കര മഴയായിട്ട് 2 ദിവസമായിട്ട് കർക്കിടക മാസത്തെ മഴ നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഒരാൾ ഓടി വന്നേക്കുവാണേ, മഴ പെയ്യുന്ന കണ്ടപ്പോൾ. ഞാൻ അടുക്കള ഡോറ് തുറന്ന ഒരാൾ ഓടി വരും കേട്ടോ, വല്ലതും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ്. അപ്പം കർക്കിടക മാസം ആയതുകൊണ്ട് നോൺ വെജ് ഒന്നും ഉണ്ടാക്കൂല കേട്ടോ. അതുകൊണ്ട് ഉള്ളതൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. മഴയൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് ഇരിക്കുകയാണ്. കൊത്തി അരിഞ്ഞ് വന്ന ശേഷം അതിലോട്ട് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഞെരടുവാണ്, അതിൻ്റെ കറയൊക്കെ ഒന്ന് കളയാനാട്ടോ. എന്നിട്ട് നമ്മളത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കും. പിഴിഞ്ഞെടുത്തതാണ് നമ്മൾ തോരൻ വയ്ക്കുക. നിങ്ങൾ ഈ രീതിയിലാണോ ചെയ്യണേ എങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ചൂടായി വന്ന ശേഷം വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്ന ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ കറയൊക്കെ കളഞ്ഞു വെച്ച നമ്മുടെ കുടപ്പൻ ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെൽ ബട്ടനൊക്കെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഓണാക്കി കൊടുക്കണം കേട്ടോ. ഇവിടെ കിടന്ന് ഒന്ന് വേവട്ടെ. ഈ സമയത്ത് നമ്മൾ അരപ്പൊന്ന് റെഡിയാക്കാം കേട്ടോ. അരപ്പ് റെഡിയാക്കാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് 3 ടീസ്പൂൺ നാളികേരം എടുക്കുന്നുണ്ട് കേട്ടോ. നാളികേരമൊക്കെ കുറച്ചെടുത്താൽ മതിയേ, ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ കൂടുതലെടുത്താൽ. പിന്നെ 3 പച്ചമുളക്, അത് കുറച്ച് വലുതായതുകൊണ്ട് ഞാനങ്ങോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുവാണ് കേട്ടോ. പിന്നെ 4 ഉള്ളി, 4 എണ്ണം വേണ്ടായിരുന്നു, 3 എണ്ണം മതിയായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഒരു 4 വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാവേ. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ വാഴക്കുടപ്പിനൊക്കെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ അരപ്പൊന്ന് ഇട്ട് കൊടുക്കണം. അരപ്പ് കുറച്ച് വെള്ളം പോലെയായിട്ട് തോന്നണം. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ 4 ഉള്ളി ഇട്ടില്ലേ, അതാണ് കേട്ടോ. 4 എണ്ണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ഇട്ടത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഒരു 3 ടീസ്പൂണിന് പകരം ഒരു 2 ടീസ്പൂണൊക്കെ മതിയാവുമായിരുന്നു. ഒരു കുടപ്പനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 ടീസ്പൂൺ മതിയായിരുന്നു കേട്ടോ തേങ്ങ. അത് കുഴപ്പമില്ല, നിങ്ങളെടുക്കുമ്പോൾ അതിന് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ കുറച്ചെടുത്താൽ മതി കേട്ടോ. തേങ്ങ എപ്പോഴും കൂടുതലെടുക്കുമ്പോൾ നമ്മുടെ ഈ കുടപ്പൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മളിത് പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 5-6 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്യണം, ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ തോരനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ ഹെൽത്തി അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്ന് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടി ഒരു 5 വറ്റൽമുളക്, കുറച്ച് കടലപ്പരിപ്പ്, അതേ അളവിൽ തന്നെ ഉഴുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. തോല് കളയാത്ത ഉഴുന്ന്, പിന്നെ 2 ടീസ്പൂണോളം നാളികേരം, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് നമ്മൾ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തീ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, ഒരിക്കലും കരിഞ്ഞു പോകരുത്. ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉഴുന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് വറുത്തെടുത്താലും കുഴപ്പമില്ല, പക്ഷേ ചിലതൊന്നും ശരിക്കും അങ്ങോട്ട് വറുത്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വറുക്കണം കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞത് നമ്മുടെ ഉഴുന്നൊക്കെ ഇവിടെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ച വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. 5 വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 എണ്ണം കാണിച്ചെന്നേ ഉള്ളൂ, പക്ഷെ 5 എണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറച്ച് എരിവും വേണം, അതുപോലെ തന്നെ പുളിയും വേണം കേട്ടോ. ഇത് രണ്ടുമാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടണം. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഈ ചമ്മന്തി, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. ഇപ്പം നമ്മുടെ ഉഴുന്നും വറ്റൽമുളകൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചൂടൊക്കെ ഒന്ന് മാറുമ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് കുറച്ചിശെ ഇട്ടിട്ട് വേണം അരയ്ക്കാൻ കേട്ടോ.
ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച തേങ്ങയും പുളിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും പിന്നെ ഈ പരിപ്പും ഉഴുന്നൊക്കെ അരയാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കണം. കുറച്ചേശ്ശെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ തീരെ അരയൂല കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടൂല കേട്ടോ. കുറച്ച് തരിതരിപ്പുണ്ടാകും. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. വളരെയധികം ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഇത്രയും കിട്ടിയിട്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ ആ ക്വാണ്ടിറ്റിയിലൊക്കെ ഒന്ന് മാറ്റം വരുത്തുക. ഇതിന് മുകളിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നമ്മുടെ കർക്കിടക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.